വെറൈറ്റി ദോശകളുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ജൂൺ 30-ന് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു. പാരമ്പര്യ രുചിക്കൂട്ടുകളുമായി വിവിധ ദോശകൾക്ക് പുറമെ ഊത്തപ്പം, ഇഡ്ഡലി, ചപ്പാത്തി, പൊറോട്ട, റൈസ് തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു. മനം മയക്കും നാടൻ രുചി ഇനി ദോശ ഡൈനിൽ നിന്നും. ചേലക്കരക്കാർക്ക് ഇനി മതിമറന്ന് കഴിക്കാം. ദോശ ഡൈൻ ചേലക്കര. ഫോൺ 7560904774. ചേലക്കര ശിവൻ മാഷ് സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികത്തിന്റെ ഭാഗമായി ഫാസിസ്റ്റ് വിരുദ്ധ ദിനം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ആർട്ടിസ്റ്റ് സുമേഷ് അടിയന്തരാവസ്ഥ കാലത്തെ ചിത്രം വരച്ച് നിർവഹിച്ചു. ഇന്ത്യൻ ജുഡീഷ്യറിയിൽ കേവലം 2% മാത്രം അടിക്കടി ആ സുപ്രീം കോടതിയിൽ കേരളത്തിൽ നിന്നുണ്ടായ ഒരു 10, 17, 18 ജഡ്ജിമാരെ നമുക്ക് കാണാൻ കഴിയും. ഈ നാളിതുവരെയായി അത് നമ്മുടെ കേരളത്തിന്റെ റെപ്രസെന്റേഷൻ ആയിട്ടുണ്ടോ? ഒന്നും പറയണ്ട. പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് പറയാൻ ഒരു ഈഴവനായ ഒരു ജഡ്ജിനെങ്കിലും കേരളത്തിൽ ഉണ്ടായിരുന്നു. ജാതി മതം പറഞ്ഞതല്ല. കേരളത്തിൽ നിയന്ത്രിക്കുന്നത് പറഞ്ഞാൽ സ്വാതന്ത്ര്യം നേടി 50 കൊല്ലക്കാലം കഴിയുമ്പോഴും നമുക്ക് ഈ ആഡിക്വേറ്റ് റെപ്രസെന്റേഷൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നുണ്ടോ? ഇതൊക്കെ ചോദ്യങ്ങളാണ് നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയുള്ളൂ. നമ്മുടെ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന 947 ശേഷം 47 സ്വാതന്ത്ര്യം കിട്ടിയ ശേഷമാണ് നമ്മുടെ രാജ്യത്ത് MN നീലകണ്ഠൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് TA നജീബ് മുഖ്യപ്രഭാഷണം നടത്തി. അടിയന്തരാവസ്ഥയിൽ DIR പ്രകാരം തടവിലാക്കപ്പെട്ട മോഹൻദാസ് അമ്പലപ്പാട്ട്, രാധാകൃഷ്ണൻ കാരാമിൽ, ശങ്കരനാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. സുരേഷ്, മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മൾ ഒന്ന് ചിന്തിക്കണം, നല്ലതാവുമെന്നാണ് തോന്നുന്നത്. നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ നേരിട്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇന്നത്തെ മറ്റേ ഭരണാധികാരികൾ, നമുക്കറിയാലോ, നമ്മുടെ ഏറ്റവും അടുത്ത് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെയാണ്. ഇന്ത്യൻ ഭരണഘടന കുട്ടികളെ പഠിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നിടത്തേക്ക് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് എത്തിയിരിക്കുകയാണ്. കാരണം ഈ രാജ്യത്തിന്റെ അടിസ്ഥാന ശിലകളെ, അതിന്റെ സിംബലുകളെ മാറ്റി പ്രതിഷ്ഠിക്കാനുള്ള വലിയ പരിശ്രമം നമ്മുടെ രാജ്ഭവനിലൂടെ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഗവർണറുമായിട്ടുള്ള ഒരു പ്രശ്നം അറിയാം. അത് കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിൽ മാത്രമല്ല, എല്ലാ സ്റ്റേറ്റുകളിലും ഭരിക്കുന്നവർക്ക് താല്പര്യമില്ലാത്ത എല്ലാ ഗവൺമെന്റുകളിലും ഇടപെടുന്നതിന് വേണ്ടി, ഭരണഘടനാ വിരുദ്ധമായി ഇടപെടുന്നതിന് വേണ്ടി ഗവർണർമാരും ഉപയോഗിച്ചുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരു കാര്യത്തിൽ മാത്രമല്ല, ജുഡീഷ്യറിയിൽ നമ്മുടെ ഭരണഘടന വിഭാവന ചെയ്യുന്ന ആഡിക്വേറ്റ് റെപ്രസെന്റേഷൻ നമുക്ക് എത്ര കണ്ട് ലഭിച്ചിട്ടുണ്ട്. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.